ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഫണ്ട് ഉണ്ടായാൽ എല്ലാം ആയി എന്നാണ് പലരുടെയും ചിന്ത. കാരണം എപ്പോഴും നമുക്കൊരു എൻക്വയറി വരുമ്പോൾ ഫണ്ട് തരുമോ ഫണ്ട് ഉണ്ടായി എന്ന് വിചാരിച്ച ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കൂല. ഇനിയിപ്പോ ഫണ്ട് തന്നെന്ന് വിചാരിക്കാം, നിങ്ങൾ ആ തുടങ്ങുന്ന ആശയം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. തുടങ്ങി നോക്കിയാലേ മനസ്സിലാവുള്ളത് ഫ്ലോപ്പ് ആയിരുന്നു, പൈസ പോയി കിട്ടും. ചിലപ്പോൾ നമ്മൾ ആശയം ഉഷാറായിരിക്കും, പക്ഷെ നമ്മളെടുത്ത പാർട്ട്നേഴ്സ് ഫ്ലോപ്പ് ആയിരിക്കും. ആ പാർട്ട്ണർഷിപ്പിൽ അത് അടിച്ചങ്ങോട്ട് പിരിഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ എനിക്കറിയില്ല, ഫൈനാൻസ് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പൊട്ടുക. അതായത് വന്ന ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പൊട്ടുക. അതല്ലേ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടീം, നമ്മളെ ഒരു ചെറിയവനായിരിക്കുമല്ലോ, ടീമിൽ കുറെ ആൾ വന്നിട്ടുണ്ടാവും, അവരായിട്ടുള്ള ഈഗോ ക്ലാഷ്, അവരെ മാനേജ് ചെയ്ത് കൊണ്ടുനടക്കാൻ എങ്ങനെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ടായിരിക്കും പൊട്ടുക. അപ്പൊ ബേസിക്കലി നമ്മൾ ഒരു ഫണ്ട് ഉണ്ടായാൽ സ്റ്റാർട്ടപ്പ് ആകൂല. ഒരു സ്റ്റാർട്ടപ്പ് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നതിന് ഒരു ബിസിനസ് മാൻ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു ബിസിനസ് വിജയിച്ച് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ തുടങ്ങിയ സ്റ്റാർട്ടപ്പിൽ മൂഡ് പോകും. അത് മൂഡ് പോകാതിരിക്കണമെങ്കിൽ ഒരു ബിസിനസ്മാനെയാണ് നമ്മൾ വളർത്തേണ്ടത്, ബിസിനസിനെ അല്ല. ബിസിനസ്മാൻ ബിസിനസിനെ വളർത്തിക്കോളും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വളർത്തണം. എങ്ങനെ വളർത്തേണ്ടത്, നെക്സ്റ്റ് സ്റ്റേജ് എന്താ, ഞാനൊരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. അതല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഫണ്ടിങ് വേണം. എൻ്റെ അടുത്തുള്ള ഫണ്ടിട്ട് ഞാൻ തുടങ്ങി, പക്ഷെ മുന്നോട്ടുള്ള ഫണ്ടിങ് എങ്ങനെ അതറിയില്ല. അങ്ങനെ തുടങ്ങി ഒരു സ്റ്റാർട്ടപ്പിനെ ഒരു ഐഡിയയിൽ നിന്നും IPO വരെയുള്ള ജേണിയുടെ ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഓത്ത്മൻ സ്റ്റാർട്ടപ്പ് കോച്ചിങ് ക്ലബ്ബ്. ഫണ്ട് മാത്രമല്ല, അതിന് വേണ്ട നിങ്ങൾ ഒരു ബിസിനസ് മാൻ ഉണ്ടായിരിക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ഒരു ഐഡിയ നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്നത്, ആ ഐഡിയ നമ്മൾ എങ്ങനെയാണ് DPR ആക്കുന്നത്, അതിനെങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ ആക്കുന്നത്, അതിനെങ്ങനെയാണ് നമ്മളൊരു കമ്പനി ആക്കി മാറ്റുന്നത്, അത് പാർട്ണർഷിപ്പിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് നമ്മുടെ ടീമിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഫൈനാൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ആക്കി മാനേജ് ചെയ്യുക, അങ്ങനെ തുടങ്ങി ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ കണ്ടെത്തുക, ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ എന്ത് പ്രസന്റേഷൻ ചെയ്യുക, അത് എങ്ങനെ ഉണ്ടാക്കുക, എന്റെ ബ്രാൻഡിനെ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ചെക്ക് ലിസ്റ്റുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് അവർ നമ്മൾ പോയിട്ട് ഫണ്ട് തരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ സമഗ്രമായി പഠിക്കുകയും പ്രായോഗികമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. നിങ്ങളെപ്പോലെ തന്നെ അത്തരം ഭ്രാന്തുള്ള ഒരു 100 പേരുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഓത്ത്മൻ സ്റ്റാർട്ടപ്പ് കോച്ചിങ് ക്ലബ്ബിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. See you there.